പഠനാനുഭവം വിവരിക്കുന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ SLRC പുതിയറ ഫസ്റ്റ് ഇയർ ബാച്ചിലെ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ആദിൽ കുന്നുമ്മൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, എൻ്റെ പ്രിയ ഗുരുനാഥൻ SLRCയുടെ എല്ലാമായ KV അബ്ദുൽ ലത്തീഫ് മൗലവി, SLRC പഠിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരന്മാരെ, SLRCയുടെ 37ാം സംസ്ഥാന സംഗമവുമായി ബന്ധപ്പെട്ട് പഠനാനുഭവം അയവിറക്കുവാനാണ് എന്നെ ചുമതലപ്പെടുത്തിയത്. SLRCയിലെ എൻ്റെ പഠനാനുഭവത്തിൻ്റെ 3ാം ഭാഗത്താണ് ഞാനുള്ളത്. 1ാം ഘട്ടം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കാരപ്പറമ്പ് വെച്ചും, 2ാമത്തത് കോളേജ് കാലഘട്ടത്തിൽ വേങ്ങേരിയിൽ വെച്ചും, ഇപ്പോൾ 3ാം ഘട്ടം പുതിയറയിലും. SLRCയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടത് എൻ്റെ റൗലത്തുൽ ഉലൂം അറബി കോളേജിലേക്ക് ഞാൻ പ്രവേശിക്കുമ്പോൾ, എനിക്ക് 10ാം ക്ലാസ്സിൽ അറബി പഠിച്ചിട്ടില്ലായിരുന്നു. അറബിക് ബേസ് മദ്രസയിൽ നിന്നുള്ള അല്പം അറിവ് മാത്രമായിരുന്നു ഉള്ളത്. SLRCയിൽ നിന്ന് അന്ന് നേടിയ അറിവാണ് റൗലത്തിൽ ചെന്നെത്തിയപ്പോൾ എനിക്ക് ഉപകാരപ്പെട്ടത്. 10ാം ക്ലാസ്സിൽ അറബി പഠിച്ചു വന്ന വിദ്യാർത്ഥികളുമായി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ഇവിടെ നിന്ന് കിട്ടിയ അറിവായിരുന്നു. അന്ന് SLRC കാരപ്പറമ്പ് ബാച്ചിൽ നമ്മുടെ ഒരു ക്യാമ്പസ് വൈബായിരുന്നു അന്നുണ്ടായിരുന്നത്. അവിടെ മർഹൂം മുഹമ്മദ് സാഹിബ് വേങ്ങേരി ഹദീസ് പഠിപ്പിക്കുമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മാഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. മജീദ് സാഹിബ് നെഹ്വ്, കമാൽ ഖാന്റെ മകൾ സജ്ന ഖുർആൻ. ഞങ്ങളൊരു ജൂനിയർ ബാച്ച് ഉണ്ടായിരുന്നു. വളരെ കെവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളി ട്രൗസർ ഇട്ട് നടക്കുന്ന സമയം. എൻ്റെ അനിയനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പഠിതാവിനുള്ള സമ്മാനം കിട്ടിക്കൊണ്ടിരുന്നത്. അത് KV സുഹൈലിന് ഇറക്കി ആ അവാർഡ് തട്ടിയെടുത്ത്. അപ്പോൾ ഞാനും അവനും തമ്മിലുള്ള വ്യത്യാസം 1 വയസ്സ് 1.25 വയസ്സ് വ്യത്യാസമുള്ളൂ. അപ്പം അത്രയും ചെറുപ്പത്തിലായിരുന്നു എന്ന് ഞാൻ പറയാം. അന്നും പഠിച്ച കാര്യങ്ങൾ കല്ലിൽ കൊത്തിവെച്ചതുപോലെ മനസ്സിൽ നിലനിൽക്കുന്നത് ആ പഠന ശൈലിയുടെയും പഠന രീതിയുടെയും ഭാഗമായിട്ടാണ്. പിന്നീട് എനിക്ക് വളരെ ഒരു വലിയ ഗ്യാപ്പ് വന്നു. പോലീസ് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ മലപ്പുറത്ത് സർവീസ് ചെയ്ത് കോഴിക്കോട്ടേക്കൊക്കെ വരുമ്പോഴേക്കും SLRCയുമായുള്ള ബന്ധം വളരെ ഒരു മറന്ന പോലെ ആയിപ്പോയി. പിന്നീട് വിവാഹശേഷം എൻ്റെ ഭാര്യ SLRCയിൽ ചേർന്നു. അവളെപ്പോഴും നിർബന്ധിച്ചു കൊണ്ടിരുന്നു, നിങ്ങളും പോരി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വീണ്ടും ചേരണമെന്നുള്ള ആശ. പക്ഷേ ഈ അഫ്ളലുമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഈ ഫസ്റ്റ് ഇയറിൽ വന്ന് ചേരാന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ എന്നൊക്കെ ആയിരുന്നു എൻ്റെ ചിന്ത. പിന്നെ ഈ ഗ്യാപ്പ് ഇങ്ങനെ വർദ്ധിച്ച് ഖുർആനിൽ നിന്ന് അകന്നു പോകുമ്പോൾ മരുഭൂമിയിലെ ഒട്ടകം പോലെ എങ്ങനെ പോകുമെന്ന് പറയുന്നുണ്ടല്ലോ, അതുപോലെ ഈ ചെറിയ അറബി വാക്കുകൾ പോലും, അറബി ഭാഷയോട് ഒരു അകൽച്ച വരാൻ, ഖുർആനിൽ നിന്ന് നമ്മൾ പലപ്പോഴും ഖുർആൻ പാരായണം ചെയ്യുന്നതും ഖുർആൻ സുബഹിക്ക് നമസ്കാരത്തിന് ശേഷം പള്ളിയിൽ വെച്ച് ഇവിടുത്തെ SLRCയിലുള്ള ആളുകൾ തന്നെ ഉള്ളൂ അവിടെ ഉണ്ടാവാറ്. ആ ക്ലാസ് അവിടെ ഉണ്ടാവാറുണ്ട്.
പക്ഷേ അറബി ഭാഷയോട് നമുക്കൊരു അകൽച്ച വരുമ്പോൾ ആ ഒരു ടച്ച് നിലനിർത്തുവാൻ വേണ്ടി എന്ത് ത്യാഗം സഹിച്ചും SLRCയുമായി വീണ്ടും ബന്ധപ്പെടണം. വേറൊരു ഓപ്ഷൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം SLRCയിൽ ഒരിക്കൽ കയറിയ ആള് വീണ്ടും പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഇതിലേക്ക് തന്നെ തിരിച്ചു വരും. അതാണ് അനുഭവം. അപ്പോൾ ആ ഈ അകൽച്ച വന്നുകൊണ്ടിരുന്നപ്പോൾ നിരന്തരം പോലീസിൽ നമ്മൾ എത്തിപ്പെട്ടത് ഒരു പ്രത്യേക വിങ്ങാണ്, കമ്മീഷണറുടെ ഒരു സ്പെഷ്യൽ വിങ്ങാണ്. നിരന്തരം ക്രിമിനലുകളുമായിട്ടാണ് ബന്ധം. അപ്പോൾ അങ്ങനത്തെ ടീം മാത്രം. ഞാനും ഭാര്യയും കോഴിക്കോട് ടൗണിൽ കൂടി പോകുമ്പോൾ ഞാനിങ്ങനെ അവൾക്ക് ഇന്ന പ്രതിയാണ് അങ്ങനെ കാണിച്ചു കൊടുക്കാനുണ്ടാവും ഇഷ്ടംപോലെ ക്രിമിനൽസ്. നിങ്ങൾക്ക് ഈ ടീമുമായിട്ട് തന്നെ ഉള്ളൂ ബന്ധം എന്ന് വയ്ക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ചൊക്കെ ഒരു മാറ്റവും ഖുർആനുമായിട്ടുള്ള ഒരു ടച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിനും ഇത് ഞാൻ വീണ്ടും തിരിച്ചു വരേണ്ടത് അനിവാര്യമായ എന്ന ബോധ്യത്തോടു കൂടി നമ്മളൊരു നിയ്യത്തെടുത്ത് നമ്മളൊരു ഉറച്ച തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നിന്നാൽ അള്ളാഹു ആ വഴി എളുപ്പമാക്കി കൊടുക്കുമെന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷം ഇവിടുത്തെ സമ്മാനദാനത്തിനു വേണ്ടി പുതിയറയിലെ സമ്മാനദാനത്തിനു വേണ്ടി KV മൗലവി എന്നെ ക്ഷണിക്കുകയും അവിടെ വന്ന് അതുകൂടി കണ്ടപ്പോൾ ഉറപ്പായിട്ടും ചേരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേരുകയാണ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പഠനാനുഭവത്തെ നമ്മുടെ ശൈലി KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ ശൈലി എന്ന് പറയുന്നത് ഞാൻ വിവരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരത്ഭുതമാണ്. ഞാൻ എത്രയോ 20ഓളം വർഷം ഞാൻ പല മേഖലകളിലും പഠിച്ചിട്ടുണ്ട്. ബഹുമാന്യനായ പണ്ഡിതന്മാർ കുട്ടശ്ശേരി മൗലവി, ഹമീദ് മദിനി, ഹുസൈൻ മടവൂർ, അങ്ങനെ വന്ന് ഒരുപാട് പണ്ഡിതന്മാരുടെ കീഴിൽ നമ്മൾ റൗദത്തിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായി ഖുർആൻ മനസ്സിനോടാണ് സംവദിക്കുന്നതെന്ന് പറയുമ്പോൾ ആ മനസ്സിലേക്ക് ബുദ്ധിയിലേക്ക് നമുക്ക് ഇട്ടു തരുന്ന ഒരു പഠന രീതി അതാണ് മൗലവിയുടെ രീതി. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. പിന്നെ ഈ പ്രസ്ഥാനത്തിൽ ഈ SLRCയുടെ ഈ പഠന രീതിയിൽ അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ കയറി ഇറങ്ങാത്തവരായിട്ട് ആരും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മർഹൂം മുസ്തഫ കോവൂർ സാഹിബ്, അദ്ദേഹത്തെ എനിക്ക് നേരിട്ടറിയില്ല. അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ്, അവനോട് അവൻ പറഞ്ഞു മുസ്തഫ കോവൂർ സാഹിബിന് ഒരുപാട് ബന്ധങ്ങളുണ്ടെന്ന്. ഞാൻ പറഞ്ഞു അത് SLRCയിലുള്ള ബന്ധങ്ങളായിരിക്കും, ഞാനുണ്ട്, ഇപ്പോൾ ഞാൻ SLRCയിൽ പഠിക്കുന്നുണ്ടെന്ന്. അവന് പിന്നെ മനസ്സിലായില്ല. അപ്പോൾ ഞാനിങ്ങനെ വിശദീകരിച്ചു കൊടുത്തപ്പോൾ അവൻ KVനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഞാനും പോയിക്കുന്നു ഈ ആ പുതിയ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ ലേഡീസ് വിങ്ങിൽ അവനും പോയിട്ടുണ്ട്. അവനും പോയി പടിയിറങ്ങിയതാണ്. കയറി ഇറങ്ങിയവർ വീണ്ടും കയറി ഇറങ്ങുന്നു, പിന്നെയും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ SLRC എന്ന് പറയുന്നത്. ഒരുപാട് ആളുകൾ KV 10 ലക്ഷം എന്നൊക്കെ ബടായി വരാമെന്ന് വിചാരിച്ചു. നോക്കുമ്പോൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്ന എളാമയും എളാപ്പയും ചെറിയ മകളെ ഇവിടെ തറവാട്ടിൽ വെച്ച് ഞാൻ പണ്ട് പോയ കഥ അവർ ഇന്നലെ അയവിറക്കിയിരുന്നു. അതുപോലെ ഒരുപാട് ആളുകൾ ഈ പ്രദേശത്തെ ഇസ്ലാഹി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടവർ ഏകദേശം 95% കൂട്ടാം. അത്രയും ആളുകൾ ഈ പഠനാനുഭവത്തിലൂടെ കടന്നുപോയവരാണ്. അദ്ദേഹത്തിൻ്റെ പഠന ശൈലിയെക്കുറിച്ച് ഞാൻ പറയാം, ചില അധ്യാപകരാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത്. എൻ്റെ ലോ കോളേജ് കാലഘട്ടത്തിൽ എനിക്കൊരു അധ്യാപകനുണ്ടായിരുന്നു. ഇന്ത്യൻ പീനൽ കോഡ് അദ്ദേഹത്തെ പോലെ പല വിമർശനങ്ങളും അദ്ദേഹത്തെ പറ്റി പറയാറുണ്ട്, എങ്കിലും മസാല പറഞ്ഞിട്ട്. എന്നാലും ഒരു അത്ഭുത പ്രതിഭാസമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ പീനൽ കോഡ് അദ്ദേഹം എടുക്കുന്നത് പോലെ മറ്റൊരാൾക്കും എടുക്കാൻ സാധിക്കില്ലായിരുന്നു. അതുപോലെയാണ് ഈ പഠന രീതി, ഈ ശൈലി മറ്റൊരാൾക്ക് അവകാശപ്പെടാനില്ല. ഇത് നമ്മുടെ സ്വന്തമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ആ അശ്വമേധം തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളൻ മാർഗം മുടക്കുവാൻ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിനല്ലാതെ ഈ മാർഗം മുടക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ്. കാരണം ഇത്രയും കൂടിയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഈ അറിവ് പകർന്നിട്ടുള്ള ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന അദ്ദേഹത്തിനുണ്ടാകും. ഇൻഷാ അല്ലാഹ് അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.